എന്റെ ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എത്ര നാളായി അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടെന്നറിയാമോ? ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറെ വർഷം കൂടി ഈ വീട്ടിലൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് പോവുക. രമ്യ മോളെ, നീ അശ്വതി മോളോട് പറഞ്ഞോ? ഇല്ലമ്മേ, ചേച്ചിയോട് പറഞ്ഞില്ല. എനിക്കെന്തോ ചേച്ചിയോട് പറയാനൊരു ചേച്ചിക്ക് വിഷമാവൂന്ന് ഓർത്തിട്ടാ. മോള് പറഞ്ഞത് നേരാ. 7 വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ ഒരു കുഞ്ഞുങ്ങളെ താലോലിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം കൊടുത്തിട്ടില്ല. എന്റെ ദൈവമേ, എത്ര നേർച്ചകളും കാഴ്ചകളും സമർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? പക്ഷെ ദൈവം എന്റെ ഈ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ല മോളെ. എന്തായാലും മോളൊരു കാര്യം ചെയ്യും, അവളോട് പോയി പറ കേട്ടോ. ആ, ശരി അമ്മേ. ആണോടി? സത്യാണോ? കൺഫേം ചെയ്തോ? ആ ചേച്ചി, കൺഫേം ചെയ്തു. എന്റെ അമ്മൂ, നിനക്ക് എന്താ കഴിക്കാൻ തോന്നുന്നേ? എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം. ആ, നിനക്ക് ഞാൻ ഉണ്ടാക്കുന്ന അടപ്രഥമൻ ഭയങ്കര ഇഷ്ടല്ലേ? ഉണ്ടാക്കി തരട്ടെ ഇപ്പൊ തന്നെ? ആ, അടപ്രഥമൻ മതി. ഉം. ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുവാണെങ്കിലേ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഉണ്ടാക്കി തന്നോളാം. പിന്നെ ഒരു പണിയും ചെയ്യാൻ നിൽക്കണ്ട, എല്ലാം ഞാൻ ചെയ്തു തന്നോളാം. കംപ്ലീറ്റ് റെസ്റ്റ്. റെസ്റ്റ് എടുത്തോണം കേട്ടല്ലോ പറഞ്ഞത്. എന്റെ ചേച്ചി, അതിന് എനിക്ക് വല്ല അസുഖമാണോ? റെസ്റ്റ് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഈ പ്രസവമൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആരോ പറഞ്ഞ് ചേച്ചി കേട്ടിട്ടില്ലേ? എന്റെ പൊന്നു മോളെ, പഴയ കാലമല്ല ഇപ്പം. പണ്ട് വിഷമില്ലാത്ത ഭക്ഷണവും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്ന വായു പോലുവേ വിഷമുള്ളതാ. പണ്ട് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിരുന്നോണ്ട് പണ്ടുള്ള പെണ്ണുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പത്തെ പെണ്ണുങ്ങളെ തുമ്മിയെ തെറിക്കുന്ന മൂക്ക് പോലെയാ ഈ ഗർഭമായിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് മോൾ അധികം എൻജോയ് ചെയ്യാൻ നിക്കണ്ട കേട്ടല്ലോ. ഉം അത് നേരാ. ആ, അല്ലടി, നിനക്ക് ഛർദിക്കാൻ വല്ലതും തോന്നുന്നുണ്ടോ? ഏ ഈ ഗർഭിണികൾ സാധാരണ ഛർദിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. ഛർദിക്കാൻ വരുന്നുണ്ടോ? ഏ അല്ല, ചെറുതായിട്ട് തോന്നുന്നുണ്ടോ ഇനി? ഏ ഏ ഏ ഏ ഏ ഇല്ല 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 ഇല്ല, പോയെ പോയെ. ഉം ദേ, ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളെല്ലാം മുഴുവനും കഴിച്ചോണം. ഒന്നും കളയാനും നിൽക്കരുത്, ആർക്കും വിതരണം ചെയ്യാനും നിൽക്കണ്ട. നിനക്ക് വാങ്ങിക്കൊണ്ട് വന്നതാ കേട്ടല്ലോ. ഉം നീ ഒരു കാര്യം ചെയ്യടി, 1-2 മാസം വീട്ടിൽ വന്ന് നിൽക്കുന്നേ. അല്ലെങ്കിൽ പിന്നെ എത്ര നാൾ വേണേലും വേണേ പ്രസവം വരെ, പ്രസവം കഴിയുന്ന വരെ നിന്നു. ഇല്ലമ്മ, ഞാൻ വരുന്നില്ല. ഞാൻ ഇവിടെ നിന്നോളാം. എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. എന്നെ ഇവര് നന്നായിട്ട് നോക്കുന്നുണ്ട്. ഉം നിന്റെ ചേട്ടത്തി അമ്മ എന്തു പറഞ്ഞു? കാര്യം അവർക്ക് മക്കളില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലമായിട്ടും. നിന്നോട് നല്ല കുശുമ്പ് കാണും. എന്റെ അമ്മ, ചേച്ചീനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ചേച്ചിക്ക് എന്ത് സന്തോഷമാണെന്നറിയാവോ? എന്നെ എത്ര കാര്യമായിട്ട് നോക്കുന്നേ. എന്നെ കൊണ്ട് ഒരു പണി എടുപ്പിക്കുന്നില്ല, അത്രയും സ്നേഹമായിട്ട് നോക്കുന്നേ. അല്ലെങ്കിലും എന്റെ മോളൊരു പൊട്ടത്തിയാ. ആരെയും മനസ്സിലാക്കാനുള്ള കഴിവില്ല, എല്ലാരും നല്ലവരാന്നങ്ങ് വിചാരിച്ചുകൊണ്ടിരിക്കും. ഇതേ ഭക്ഷണമൊക്കെ തരുമ്പോ സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഒന്ന് കഴിച്ചാൽ മതി. ഗർഭങ്ങാനും അലസാൻ വേണ്ടി നേരം വല്ലതും കലക്കി തരികയെന്ന് ആര് കണ്ടു? മതി അമ്മേ, നിർത്ത്. ഇനി ചേച്ചിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട. അമ്മ ഈ പറഞ്ഞതെങ്കിലും ചേച്ചി കേട്ടാലുണ്ടല്ലോ, ആ പാവത്തിന് എന്ത് വിഷമാവെന്നറിയാം. എന്റെ പൊന്നു കുഞ്ഞെ, പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അവനവനെ അവനവൻ തന്നെ സൂക്ഷിക്കണം. എനിക്ക് ആദ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നോട് അങ്ങോട്ട് പോരേന്ന്. അപ്പൊ നിനക്കത് കേൾക്കത്തുമില്ല. ആ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി അല്ലേ? ആ, അതെ. ആ, പിള്ളേരുണ്ടാകാത്തതിന് ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവള് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ ഇത്രയും വർഷമായില്ലേ, ഇനിയിപ്പോ ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ കുറവാ. ഇത്രയും കൊല്ലം ചികിത്സ ചെയ്തിട്ടേ ഒരു റിസൾട്ടും ഇല്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ പ്രതീക്ഷിക്കണ്ട. പാവ ആ രാജേഷിന് ഭാഗ്യമില്ലാതായിപ്പോയി. ഒരു കൊച്ചിന്റെ തന്തയാകാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഇല്ലാണ്ടായിപ്പോയി ആ ചെറുക്കൻ, അത് പറഞ്ഞാ മതി. ഉം അല്ല, കുടുംബത്തെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ? അല്ല, ഈ പെറാത്ത പെണ്ണുങ്ങളെ, പ്രസവിക്കാത്ത പെണ്ണുങ്ങൾ കുടുംബത്തെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ, ചിലപ്പോ ഞാൻ അങ്ങനെ വെറുതെ ചോദിച്ചതാണേ. ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുണ്ടായി ചിലപ്പോ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടും. അല്ല, പാരമ്പര്യമൊക്കെ ഉണ്ടെന്നാ പറയുന്നത് കേൾക്കുന്നത്, അതാ ചോദിച്ചത്. നാളെ പോവാൻ സതി. ഇന്നിപ്പോ തിരക്ക് പിടിച്ച് പോണോ? ഏതായാലും വന്നാലേ ഒരു ദിവസം മോളുടെ കൂടെ നിന്നിട്ട് പോന്നേ. അയ്യോ ഇല്ല, പോണം. എനിക്ക് നിക്കാൻ പറ്റിയല്ല. ഞാൻ അവള് വരുവാണെങ്കിൽ അവളെ കൊണ്ടുപോയേക്കാൻ ഓർത്ത് വന്നതാന്നേ. അന്നേരം അവള് വരുന്നില്ല, ഇവിടെ നിക്കുവാന്നാ പറഞ്ഞത്. ഞാൻ ഓർത്ത് വരുവാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയേക്കാം, അവിടെ കുറച്ച് നാളെ നിക്കട്ടെ എന്ന് ഓർത്തു. പെണ്ണ് വരുന്നില്ല. കേട്ടോ മഹേഷിന്റെ അമ്മേ, ഞാനേ മഹേഷിന്റെ അമ്മേനെ ഏൽപ്പിക്കും എന്റെ മോളെ. പൊന്നുപോലെ നോക്കിയേക്കണേ. പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് മഹേഷിന്റെ അമ്മ തന്നെ ഉണ്ടാക്കി കൊടുക്ക് പറ്റുവാണെങ്കിൽ. കാര്യം എനിക്ക് അതാ ഒരു ധൈര്യം, അതുകൊണ്ടാണ്. എന്നാ പിന്നെ ഞാനങ്ങ് പോയേക്കും കേട്ടോ, സമയം തീരെ ഇല്ല, അതാ. ആ. ഉം എന്റെ മോളെ, ഇവര് പറയുന്ന കേട്ടിട്ട് നീ മനസ്സ് വിഷമിക്കാൻ വേണ്ടി നിൽക്കണ്ട. അതൊരു പ്രത്യേകതരം സ്ത്രീയാണെന്ന് നിനക്ക് അറിയാലോ. ഒന്നാമത് അവരുടെ മോളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിട്ട് അവർക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ മോളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണല്ലോ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. അതിന്റെ ഒരു ചുരുക്കം അവരുടെ ഉള്ളിലുണ്ട്.
എപ്പോഴും ഈ കുത്തും കോമയും വെച്ചിട്ടുള്ള സംസാരം അതിപ്പോ എന്നോടായാലും ഉള്ളതാ. അതുകൊണ്ട് അവരെന്തെങ്കിലും ഇവിടെ കിടന്ന് പറയട്ടെ. അമ്മേ, രമ്യക്കേ വൈകുന്നേരം ഉപ്പുമാവ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അമ്മ ഉണ്ടാക്കോ? ഞാൻ ഉണ്ടാക്കണോ? അതെന്താ നീ ഉണ്ടാക്കിയാല്? എനിക്ക് എന്നെ കഴിഞ്ഞ് വിശ്വാസമാണ് നിന്നെ. പിന്നെ രമ്യമോക്ക് നീ ഉണ്ടാക്കുന്നതല്ലേ ഇഷ്ടം. അതിനവളെ കുറ്റം പറയാനും പറ്റൂല. ദൈവം ഒരു പ്രത്യേക കൈപ്പുണ്യം നിനക്ക് തന്നിട്ടുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ കിട്ടുന്നതല്ല കൈപ്പുണ്യം. അതുകൊണ്ട് മോൾ ഈ പറഞ്ഞതൊന്നും കാര്യാക്കണ്ട, ഒന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ. അയ്യോ എന്റെ അമ്മേ, എനിക്ക് വയ്യ. അയ്യോ മോളെ, നല്ല വേദന ഉണ്ടോ? നല്ല വേദന ഉണ്ടമ്മ. നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം. അവൻ ഇപ്പൊ തന്നെ എത്തുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അമ്മ, എനിക്ക് കുറച്ച് ചൂടുവെള്ളം തരുമോ? ഇപ്പൊ കൊണ്ടുവരാം മോളെ, ഇപ്പൊ കൊണ്ടുവരാവേ. രമ്യേ, എന്നാ ഈ വെള്ളം കുടിക്കേ. അമ്മ എന്തിയെ? അമ്മ ഡ്രസ്സ് മാറാൻ പോയേക്കുവാ, ഹോസ്പിറ്റലിൽ പോണ്ടേ. അപ്പൊ അമ്മയും കൂടെ വരുന്നുണ്ട്. എന്നാ വെള്ളം കുടിക്കേ. എനിക്ക് വേണ്ട, അമ്മ റെഡിയായി കഴിഞ്ഞിട്ട് എനിക്ക് എടുത്തു തന്നോളൂ. അതെന്താ? ഇത് കുടിച്ചോ, നല്ല ചൂടുണ്ട്. നല്ല ചൂടുള്ള വെള്ളം വേണമെന്നല്ലേ നീ പറഞ്ഞേ? ചൂടുണ്ട്, കുടിച്ചോ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ എന്താ ഇതിനകത്ത് കലക്കിയെന്ന് എനിക്കറിയാൻ പറ്റുമോ? നീ എന്താ ഈ പറയുന്നേ? ഞാൻ എന്താ കലക്കി തരാനാ? നിങ്ങൾ ഉണ്ടാക്കി തന്ന ഉപ്മാവ് കഴിച്ചപ്പോ തുടങ്ങിയതാ എനിക്ക് വയറിനകത്ത് വേദന. എന്റെ അമ്മ അന്നേരം എന്നോട് പറഞ്ഞതാ, ശ്രദ്ധിക്കണം, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കണ്ടെന്ന്. മര്യാദയ്ക്ക് എന്റെ മുമ്പിൽ നിന്ന് പൊക്കോ. രമ്യേ, ഓ നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലേ? നിങ്ങൾക്ക് പിള്ളേരുണ്ടാകാത്തതിന്റെ കുശുമ്പല്ലേ എന്നോട്? അല്ലേ? നിങ്ങൾ ഗർഭിണിയാകാത്തതിന്റെ കുശുമ്പ. എന്റെ കൊച്ചിനെ കളയാൻ വേണ്ടിട്ട് എന്തോ കലക്കി തന്നു എനിക്ക്. എന്റെ കൺമുമ്പിൽ നിന്ന് പൊക്കോ മിണ്ടാണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നോ? ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു. അവൾക്ക് വയറിനകത്ത് ഗ്യാസ് ആയതെന്നാ പറഞ്ഞത്. അവളുടെ അമ്മ വന്നപ്പോ അവൾക്ക് ബോണ്ട ഇഷ്ടമായതുകൊണ്ടിട്ട് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പൊ അത് വയറ്റിൽ പിടിച്ചില്ല പോലും. അപ്പം അങ്ങനെ ഗ്യാസ് ആയതെന്നാ പറഞ്ഞത്. എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ എടുത്തോ. ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല. നമുക്ക് എന്തായാലും മാറി താമസിക്കാം. ഇനി ഇവിടെ നിന്നാൽ ശരിയാവും തോന്നുന്നില്ല. പോകാം, എങ്ങോട്ടെങ്കിലും പോകാം. എവിടെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിൽക്കാൻ എനിക്ക് പേടിയാ. എങ്ങോട്ടെങ്കിലും പോവാം. അമ്മേ, വിളിക്കണ്ട എന്നെ അങ്ങനെ. ഞാനൊന്നും അറിഞ്ഞില്ല. നീ എന്റെ മോളോട് പറഞ്ഞതൊന്നും ഞാൻ കേട്ടുമില്ല. എന്റെ രാജേഷ് മോൻ വിളിച്ചു പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഏതായാലും എന്റെ മക്കൾ ഇവിടുന്ന് പോയി. ഇനി നീ ആരെയും പേടിക്കണ്ട കേട്ടോ, ആരെയും പേടിക്കണ്ട. അമ്മ, ഞാൻ പെട്ടെന്ന് വയറുവേദന വന്നപ്പോ പേടിച്ചു പോയി. പിന്നെ എന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളും കൂടി ഓർത്തപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് പറഞ്ഞു പോയമ്മ. ഇങ്ങനെ ഇവിടുന്ന് അവൻ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്റെ ഒരു അമ്മ. അല്ല, നിനക്കറിയാലോ അശ്വതിയുടെ സ്വഭാവം. എന്നെ കഴിഞ്ഞ് നന്നായിട്ട് അറിയത്തില്ല നിനക്ക് അശ്വതിനെ. പൊന്നുപോലെയല്ലേ നിന്നെ അവള് സ്നേഹിച്ചോണ്ടിരുന്നത്. അവളോട് അങ്ങനെ പറയാനൊക്കെ നിനക്ക് എങ്ങനെ തോന്നി? ദൈവം പോലും പൊറുക്കൂല നിന്നോട് കേട്ടോ. പിന്നെ നിനക്കിനി എന്നെ പേടിയുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാനും ഇവിടുന്ന് പൊക്കോളാം. പറഞ്ഞാ മതി. ദൈവമേ, എന്റെ മക്കൾ എങ്ങോട്ടാണോ പോയത്, അതൊന്നും എന്നോട് പറഞ്ഞില്ല. നീ ഗർഭിണി ആയതുകൊണ്ട് നിന്റെ ഈ അവസ്ഥ ഓർത്തിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അത് ഓർത്തോ നീ.